Hi student, today we will study user defined functions used in Python. In all the programming language or scripting language, a function is a block of program statements which can be used repetitively in a program. In most of the programming language, we use user defined functions, and this function is a group of statements which can be used repetitively in the main program by invoking the function or by calling the functions. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കി ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കി നമ്മൾ മാറ്റും. ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ആക്ച്വലി നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആ ഫങ്ഷൻസ് നമുക്ക് എവിടെയൊക്കെ ഈ റിപ്പീറ്റഡ്ലി ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വേണോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അതിനാണ് ആക്ച്വലി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഓൾറെഡി നമ്മൾ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫങ്ഷൻസ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ദ ഫങ്ഷൻസ് വിച്ച് ഈസ് അവൈലബിൾ വിത്ത് ദി ഇൻ്റർപ്രിറ്റർ ഓ കമ്പൈലറിനോ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റർ ഏതാണോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആയിട്ടില്ല. അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ഐ ഡിയുടെ കൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ പ്രിൻറ്റ്, ഇൻപുട്ട്, ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ, നമ്മൾ ലാസ്റ്റായി പഠിച്ച് ഫങ്ഷൻസൊക്കെ built in functions are. And another category of functions is user defined functions. These functions are not available or not physically available in the IDE itself. These functions should create by user. ഇപ്പോൾ യൂസർ ക്രിയേറ്റ് ചെയ്യേണ്ട ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഇറ്റ് സേവ്സ് ദി ടൈം ഓഫ് എ ഡെവലപ്പർ. കാരണം വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി നമുക്ക് എന്ത് എഴുതേണ്ട കാര്യമില്ല, ഈ ഫങ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അത് എവിടെയൊക്കെ വേണം ജസ്റ്റ് അതിൻ്റെ നെയിം മാത്രം ഇൻവോക്ക് ചെയ്താൽ മതി. ഇൻ പൈത്തൺ കോൺസെപ്റ്റ് ഓഫ് ഫങ്ഷൻ ഈസ് ദി സെയിം ആസ് അതർ ലാംഗ്വേജ്. അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള അതേ കോൺസെപ്റ്റ് തന്നെയാണ് പൈത്തണിനകത്തും ഫങ്ഷൻസിൻ്റെ കേസിൽ. ദർ ആർ സം ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് വിച്ച് ആർ പാർട്ട് ഓഫ് പൈത്തൺ. ബിസൈഡ്സ് ദാറ്റ് വി ക്യാൻ ഡിഫൈൻ ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു അവർ നീഡ്. നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയാൻ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റൈറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് എന്ത് പറയുക, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം നമുക്ക്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഇൻ പൈത്തൺ, എ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഡിക്ലെയർസ് ബിഗിൻസ് വിത്ത് എ കീവേഡ് ഡെഫ്. അപ്പോൾ ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത് ഡെഫിനിഷൻ എന്നാണ് ആക്ച്വലി. ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പൈത്തണിനകത്ത് നമ്മളൊരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഫോളോഡ് ബൈ ദ ഫങ്ഷൻ നെയിം. വേരിയബിൾ നെയിം പോലെ തന്നെ ഫങ്ഷന് നമ്മൾ എന്ത് ചെയ്യും, ഒരു നെയിം, യൂണിക് നെയിം നമ്മൾ സജസ്റ്റ് ചെയ്യും. ആ നെയിം, വേരിയബിൾ നെയിം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണോ ആ സെയിം റൂൾ എന്തിനകത്ത് ഫോളോ ചെയ്യണം, ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യണം. സോ എ ഫങ്ഷൻ ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ഡെഫ് കീവേഡ് ആൻഡ് ഫോളോഡ് ദാറ്റ് ഡെഫ് കീവേഡ് we use a function name, and it should be a unique word which should obey all the rule, as in the case of declaring a variable declare ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണോ ആ റൂൾസൊക്കെ ഇതിനകത്തും ഫോളോ ചെയ്യണം. ഒരു ഫങ്ഷൻ നെയിമും ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യണം. The function make arguments as input within the opening and closing parenthesis. അപ്പോൾ ഫങ്ഷൻ നെയിമിനെ ഫോളോ ചെയ്തിട്ട് എന്തുണ്ടാകും, ഒരു ഓപ്പണിങ്ങും ക്ലോസിങ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും. ഓപ്പണിങ്ങും ക്ലോസിങ് പാരന്തസിസ് ഉണ്ടാകും. വിതിൻ ദാറ്റ് പാരന്തസിസ് വി ഗിവ് ആർഗ്യുമെൻറ്റ്സ് ആസ് ഇൻപുട്ട്. നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ പറയാം ആർഗ്യുമെൻറ്റ്സ് എന്നാണ്. ആ ആർഗ്യുമെൻറ്റ്സ് ഓർ ഇൻപുട്ട്, ആ ഫങ്ഷനകത്തേക്കുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഈ ഓപ്പണിങ്ങും ക്ലോസിങ് പാരന്തസിസിനിടയിലായിരിക്കും, ജസ്റ്റ് ആഫ്റ്റർ ദി ഫങ്ഷൻ നെയിം. അപ്പോൾ ഫങ്ഷൻ നെയിം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും പാരന്തസിസ് ഉണ്ടാവും. വിതിൻ ദാറ്റ് പാരന്തസിസ് വി ആർ ഗിവിങ് ആർഗ്യുമെൻറ്റ്
ആർഗ്യുമെൻറ്റ്സ് ആർഗ്യുമെൻറ്റ് ഓർ ആർഗ്യുമെൻറ്റ്സ്. ഈ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനകത്തേക്കുള്ള എന്താണ് ഇൻപുട്ടാണ്. ആഫ്റ്റർ ഡിഫൈനിങ് ദി ഫംഗ്ഷൻ നെയിം ആൻഡ് ആർഗ്യുമെൻറ്റ്സ് എ ബ്ലോക്ക് ഓഫ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് വിത്ത് നെക്സ്റ്റ് ലൈൻ ആൻഡ് ദി സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി ഇൻറ്റൻറ്റഡ്. അപ്പോൾ നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യാന്ന് പറയാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ചോടെ തന്നെ എന്ത് എഴുതില്ല, ഫംഗ്ഷനകത്തുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതില്ല, ഒരു കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും എഴുതുള്ളൂ. അതിനാണ് ഇൻറ്റൻറ്റിങ് എന്ന് പറയുക. ഇപ്പോൾ ലൂപ്പിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻറ്റൻറ്റിങ്. അപ്പം ഡെഫ് കീവേഡ് ദെൻ ഫോളോഡ് ബൈ ഡെഫ് എ ഫംഗ്ഷൻ നെയിം. ആഫ്റ്റർ ഫംഗ്ഷൻ നെയിം ദർ ഇസ് എ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസ്. ക്ലോസിംഗ് ബ്രേസിനും ഓപ്പണിംഗ് ബ്രേസിനും ഇടയ്ക്ക് എന്തുണ്ടായിരിക്കും, ആർഗ്യുമെൻറ്റ് ഓർ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ ആർഗ്യുമെൻറ്റ്സ് ആണ് ആ ഫംഗ്ഷനകത്തേക്കുള്ള ഇൻപുട്സ്. ആൻഡ് അവസാനം എന്തുണ്ടായിരിക്കും, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. User defined functions help to decompose a large program into a smaller segments, which makes program easy to understand, maintain and debug. ഇപ്പോൾ വലിയൊരു പ്രോഗ്രാം, ഹ്യൂജ് നമ്പർ ഓഫ് ലൈൻസിലൊരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് കുറേ പോർഷൻസ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, കുറേ പോർഷൻസ് ഡിവിഷൻസ് ഉണ്ട്, കുറേ അഡീഷൻസ് ഉണ്ട്, കുറേ സബ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ഫങ്ഷൻസ് ആക്കി മാറ്റും, ചെറിയ ചെറിയ മോഡ്യൂൾസ് ആക്കി മാറ്റും. ആ മോഡ്യൂൾസിനകത്ത് ഒന്ന് ഡിവിഷൻ ആയിരിക്കും, ഒന്ന് സബ്ട്രാക്ഷൻ ആയിരിക്കും, ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അങ്ങനെ ഓരോരോ സെപ്പറേറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ഓരോരോ ഫംഗ്ഷനായിട്ട് നമ്മൾ റൈറ്റ് ചെയ്യും. ആ ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന് ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നാണ് പറയാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഡീബഗ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് നമുക്ക് ആദ്യം നോക്കാൻ പറ്റും ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്താണോ പ്രോബ്ലം, അല്ലെങ്കിൽ സബ്ട്രാക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്താണോ പ്രോബ്ലം. അങ്ങനെ ഓരോ ഫംഗ്ഷൻ ബൈ ഫംഗ്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എൻറ്റയർ പ്രോഗ്രാം വെരിഫൈ ചെയ്യുന്നതിന് പകരം ഓരോരോ മോഡ്യൂൾ ബൈ മോഡ്യൂളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് ഇഫ് റിപ്പീറ്റഡ് കോഡ്സ് occur in a program, functions can be used to include those codes and execute when needed, calling that functions. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു പ്രോഗ്രാമിനകത്ത് 10 സ്ഥലത്ത് നമുക്ക് ഒരു 100 ലൈൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ 100 ലൈൻസിനെയും കൂടെ നമുക്കൊരു ഫംഗ്ഷനായിട്ട് റൈറ്റ് ചെയ്തിട്ടും ആ 10 സ്ഥലത്ത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു പ്രാവശ്യം മാത്രം ഈ 100 ലൈൻസ് എഴുതിയാൽ മതി. ഈ 10 സ്ഥലത്ത് നമുക്ക് ആ ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അത്രയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പം പ്രോഗ്രാമിംഗ് ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് തേർഡ് അഡ്വാൻറ്റേജസ് ഇസ് പ്രോഗ്രാമേഴ്സ് വർക്കിംഗ് ഓൺ എ ലാർജ് പ്രോജക്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു വർക്ക് ലോഡ് ബൈ മേക്കിംഗ് ഫങ്ഷൻസ്. അപ്പം വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരിക്കും, വലിയൊരു പ്രോജക്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ബാങ്കിങ് സിസ്റ്റം കമ്പ്യൂട്ടറൈസ് ചെയ്യുക. അപ്പോൾ അതൊരു വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു MNC, ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ, സോഫ്റ്റ്വെയർ കമ്പനിയിലൊക്കെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോരോ പോർഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരാൾ എന്താ പറയുക, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ സേവിങ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക, ഒരാൾ ലോൺ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അങ്ങനെ ഓരോരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ആൾക്കാർക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ആ പ്രോജക്റ്റ് മാനേജേഴ്സ് എന്ത് ചെയ്യും, അവരുടെ കീഴിലുള്ള ആൾക്കാരെ വെച്ചിട്ട് ആ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ ഈ എല്ലാ മോഡ്യൂൾസും ഡിഫറെൻറ്റ് മോഡ്യൂൾസ് നമുക്ക് ഫൈനലി എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഫംഗ്ഷനകത്തുള്ള അഡ്വാൻറ്റേജസ് ആണ് ഈ സാധനങ്ങളൊക്കെ. ഓക്കെ, ഹിയർ ഈസ് ദി സിൻടാക്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. എങ്ങനെയായിരിക്കും ഒരു സിൻടാക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫങ്ഷൻ സ്റ്റാർട്ട് വിത്ത് എ ഡെഫ് കീവേഡ്. അപ്പോൾ ആദ്യം ഒരു എന്തുണ്ടായിരിക്കും, DF എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടായിരിക്കും. അതിനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും ഫംഗ്ഷൻ നെയിം ഉണ്ടായിരിക്കും. ഇതാണ് ഫംഗ്ഷൻ നെയിം. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നെയിം കൊടുക്കാം. ഫോർ എക്സാമ്പിൾ സം എന്ന് കൊടുക്കാം, സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് കൊടുക്കാം. അങ്ങനെ എന്ത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3 നമ്പേഴ്സ് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻ നെയിം എന്തായിരിക്കണം, ഒരു വേരിയബിൾ നെയിം എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു അതേ റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആൻഡ് പിന്നെ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ഓപ്പണിംഗ് ബ്രേസും ഒരു ക്ലോസിംഗ് ബ്രേസും ഉണ്ടായിരിക്കും. ഓപ്പണിംഗ് പരന്തസിസും ക്ലോസിംഗ് പരന്തസിസും ഉണ്ടായിരിക്കും. ആ പരന്തസിസിനകത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള എന്താണ്, ഇൻപുട്സ് ആണ്. ഈ ഇൻപുട്സ് യൂസ് ചെയ്തായിരിക്കും ഈ ഫംഗ്ഷനകത്ത് എന്ത് ചെയ്യുന്നത്,
ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ദർ ഷുഡ് ബി എ കോളൻ. അത് പ്രോഗ്രാം ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കോളൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഡെഫിനിഷൻ, ഫംഗ്ഷൻ നെയിം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരന്തസിസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്, ഇത്രയാണ് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ. അപ്പം ഇതാണ് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഫംഗ്ഷനകത്തുള്ള റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് 1 by 1 ആയിട്ട് നമ്മൾ റൈറ്റ് ചെയ്തിരിക്കും. ഇൻസൈഡ് എ ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷൻ പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ്, ദെൻ അതെങ്ങനെ ഉണ്ടായിരിക്കും? F00 എന്ന് കൊടുക്കാം, പിന്നെ x=0, y=0 എന്ന് കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പം ഇതാണ് ആക്ച്വലി ഒരു ഫംഗ്ഷനകത്തുണ്ടായിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് ആക്ച്വലി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടായിരിക്കും, ഡെഫ് തന്നെ കീവേഡ് ഉണ്ടായിരിക്കും, ഫംഗ്ഷൻ നെയിം ഉണ്ടായിരിക്കും, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസ് പാരന്തസിസ് ഉണ്ടായിരിക്കും. പിന്നെ ആ ഓപ്പണിങ്ങും ക്ലോസിങ്ങും പാരന്തസിസിനിടയ്ക്ക് ആർഗ്യുമെൻറ്റ്സോ ഉണ്ടാകാം. അപ്പോൾ ഒന്നോ ഒന്നിൽ കൂടുതലോ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. ദെൻ ഒരു കോളൻ ഉണ്ടായിരിക്കും. അതിനെ ഫോളോ ചെയ്തിട്ട് നെക്സ്റ്റ് ലൈൻ ഓൺവേർഡ്സ് നമ്മൾ എന്തായിരിക്കും? ഫംഗ്ഷനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, 1 by 1 ആയിട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾ, ഇൻസൈഡ് എ ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷനകത്ത് കുറേ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ F നോൺ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് x,y എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കാം. ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് x=0, y=0 നടക്കാം, y=0 നടക്കാം. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഫംഗ്ഷൻ്റെ എടുക്കാൻ പറ്റും. കോൾ എ ഫങ്ഷൻസ്, അതായത് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ പ്രോഗ്രാമിനകത്ത് കോൾ ചെയ്യാം. Calling a function in Python is similar to other programming language using function name, parenthesis, opening and closing, and parameters. See the syntax followed by the example. ഇതിനകത്ത് നമ്മൾ എക്സാമ്പിളിനകത്ത് കാണിച്ചിരിക്കും എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ. ഫംഗ്ഷൻ നെയിം കോൾ ചെയ്യുന്ന ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെഫിനിഷൻ ആവശ്യമില്ല. ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ്സ്, ആ ആർഗ്യുമെൻറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ് പാരന്തസിസ്, അതിനിടയ്ക്ക് ആർഗ്യുമെൻറ്റ്സ് എത്രയുണ്ടോ അത്. സിൻടാക്സ് ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഫംഗ്ഷൻ നെയിം ഉണ്ടായിരിക്കും, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ആർഗ്യുമെൻറ്റ്സ് കോമയിട്ടിട്ട് ആർഗ്യുമെൻറ്റ് സെപ്പറേറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് എന്തില്ല, കോമയില്ല, ഡെഫ് തന്നെ ഡെഫിനിഷൻ ഇല്ല. അതൊക്കെ എവിടെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ? ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതെവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, മെയിൻ പ്രോഗ്രാമിനകത്ത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു അവിടെയൊക്കെ ഫംഗ്ഷനെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്താൽ മതി. കോൾ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ നെയിം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരന്തസിസ്, പിന്നെ ആർഗ്യുമെൻറ്റ്സ്, ഇത്രയേ വരാൻ പാടുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ, ഡെഫിനിഷൻ ആവറേജ് നമ്പർ, ഇതാണ് ഫംഗ്ഷൻ നെയിം കേട്ടോ. ആവറേജ് നമ്പർ എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ നെയിം, മനസ്സിലായില്ലേ? ഇവിടെ നോക്കിയാൽ നിങ്ങൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സ്മോൾ ലെറ്റർ യൂസ് ചെയ്യാം, സ്റ്റാർട്ടിങ് വിത്ത് എ സ്മോൾ ലെറ്റർ, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ടുള്ള ഈ സാധനം യൂസ് ചെയ്യാം, നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ നമ്പർ യൂസ് ചെയ്തിട്ടില്ല. ഇനി എന്താണ് ഫംഗ്ഷൻ നെയിം കഴിഞ്ഞാൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും പാരന്തസിസ്, അതിനിടയ്ക്ക് ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നോ ഒന്നിൽ കൂടുതലോ ആർഗ്യുമെൻറ്റ്സ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായിരിക്കും, കോളൻ ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് ഡെഫിനിഷൻ ഓഫ് ഫങ്ഷൻസ്. ഇനി ഫംഗ്ഷന് അതെങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്ന് നോക്കി വെക്കുക. പ്രിൻറ്റ് ആവറേജ്, അതിനകത്ത് എന്താ ഉള്ളത്? പ്രിൻറ്റ് ആവറേജ് ഓഫ് x,y, x and y is x+y/2. എന്താ ചെയ്യുന്നത്? ഇതേപോലെ പ്രിൻ്റ് ചെയ്യും. ഇത് ആവറേജ് ഓഫ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്ത് എക്സിൻ്റെ വാല്യൂയും വൈ. ഇപ്പോൾ ആവറേജ് ഓഫ് ഇത് ആക്ച്വലി ഇങ്ങനെ വരും, അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ഉണ്ടാവും. ആവറേജ് ഓഫ് 3 and 4 ഈസ് 3.5 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എന്ത് ചെയ്യും, ഇവിടെ ആഡ് ചെയ്യും, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതുകൂടെ തന്നെ എന്ത് ചെയ്യും, സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യാൻ പറയും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ അതെന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷനെ കോൾ ചെയ്യുക ചെയ്യുന്നത്. ഇത്രയും സാധനം ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ഫംഗ്ഷനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കോൾ ചെയ്യുന്നത്. ആവറേജ് നമ്പർ, ഫംഗ്ഷൻ നെയിം മാത്രം യൂസ് ചെയ്യും, പിന്നെ അതിനകത്തേക്കുള്ള വാല്യൂസും.
അതായത് എക്സിൻ്റെ വൈയുടെ വാല്യൂസ് 3 and 4. അപ്പോൾ 3/4ൻ്റെ ആവറേജ് ആയിരിക്കും ഇവിടെ പ്രിൻറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവുക? ആവറേജ് ഓഫ് 3 and 4 is 3.5 എന്നുണ്ട്. അതെപ്പോഴേ വരുള്ളൂ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഫംഗ്ഷൻ കോളിംഗ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വരുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കി. 1 and 2 ഡീറ്റെയിൽസ് ഡെഫിനിഷൻ ഓഫ് ഫങ്ഷൻസ്. ഇപ്പോൾ 1 and 2 ലൈൻസ് എന്തിനുള്ളതാണ്? ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉള്ളതാണ്. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്താ ചെയ്യുക? ഡിഫൈൻ ചെയ്യുന്നതാണ് 1 and 2 ലൈൻസ്. ലൈൻ 3 കോളിംഗ് എ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് എന്ത്? ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇത് രണ്ടും 1 and 2 എന്തായിരിക്കും? ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ആൻഡ് ലൈൻ നമ്പർ 3 ഈസ് ഫംഗ്ഷൻ കോൾ. ലൈൻ 1 പാസ് പാരാമീറ്റർ x is equal to 3, y is equal to 4. ഇവിടെ 3 and 4 എന്ന് കൊടുക്കുന്നതിൻ്റെ കാരണം 3 എന്തിനേക്ക് അസൈൻ ചെയ്യും? എക്സിനകത്തേക്ക് അസൈൻ ചെയ്യും. 4 എന്തിനകത്തേക്ക് അസൈൻ ചെയ്യും? വൈനകത്തേക്ക് അസൈൻ ചെയ്യും. പ്രിൻറ്റ് വാല്യൂ ഓഫ് പാരാമീറ്റേഴ്സ് ആസ് വെൽ ആസ് ദർ ആവറേജ് വാല്യൂ. അപ്പോൾ ആവറേജ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ വാല്യൂ എത്രയാണോ 3 എന്ന് വരും, ആൻഡ് വൈയുടെ വാല്യൂ 4 എന്ന് വരും. ഈസ് എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക? ഇവിടെ എക്സ് പ്ലസ് 5 ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു സിമ്പിൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ. ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ വാല്യൂസ് ഉണ്ട്, ഫംഗ്ഷൻ വിത്തൗട്ട് റിട്ടേൺ വാല്യൂസ് ഉണ്ട്. ഓക്കെ, functions without arguments. The following has no arguments. Definition, function name, colon. ഇപ്പോൾ ഈ പാരന്തസിസിനിടയ്ക്ക് എന്തില്ല? വാല്യൂസ് ഒന്നും കൊടുക്കുന്നില്ല. ആ ഫംഗ്ഷൻ നമ്മൾ വാല്യൂസ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഡെഫിനിഷൻ, ഫംഗ്ഷൻ നെയിം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസ്, ബട്ട് വിതിൻ ദാറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസ് ദർ ഇസ് നോ ഇൻപുട്ട് വാല്യൂസ് ഓർ ദർ ഇസ് നോ ആർഗ്യുമെൻറ്റ്സ്. ഇപ്പം ഡിഫൈൻ ചെയ്തു, കോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ? ഫംഗ്ഷനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബൈ 1, 2, 3 എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ അത് എഴുതാൻ പറ്റും. ഇവിടെ എക്സാമ്പിൾ പ്രിൻ്റ് ഓഫ്. ഇവിടെ തീർച്ചയായിട്ടും എന്ത് എഴുതിയിരിക്കണം? ഡിഫൈൻ ചെയ്തിരിക്കുന്ന കീവേഡ് യൂസ് ചെയ്യണം. ഡെഫ്, പ്രിൻ്റ് എഫ് എന്നിട്ട് കൊടുക്കും. പ്രിൻ്റ് എന്ന് മാത്രമേ കൊടുക്കുന്നത്. പ്രിൻ്റ് എന്നുള്ളതിന് പ്രിൻ്റ് മാത്രം കൊടുക്കാൻ പറ്റില്ല, ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഒരു കീവേഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 ടി കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് എ ഫംഗ്ഷൻ നെയിം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരന്തസിസ്, ദെൻ കോളൻ. പാരന്തസിസിനകത്ത് എന്തില്ല? ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. ഇനി ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. പ്രിൻ്റ് ഓഫ്, ദിസ് ഈസ് പൈത്തൺ 3.1 ട്യൂട്ടോറിയൽ, 3.2 ട്യൂട്ടോറിയൽ, ദിസ് ഈസ് പൈത്തൺ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഇനി പ്രിൻ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിംഗ്. ഇതാണ് ഫംഗ്ഷൻ കോളിംഗ്. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഫംഗ്ഷനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പെർഫോം ചെയ്യും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് 3 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യാൻ. അപ്പോൾ ദിസ് ഈസ് പൈത്തൺ 3.2 ട്യൂട്ടോറിയൽ, 3.2 ട്യൂട്ടോറിയൽ, 3.2. അപ്പോൾ 3 പ്രാവശ്യം എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. വേറെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എക്സ്പ്ലനേഷൻ. ലൈൻ 1 to 4 ഡീറ്റെയിൽസ് ഓഫ് ഡെഫിനിഷൻ ഫംഗ്ഷൻ. 1 to 4 എന്ന് പറഞ്ഞാൽ നോക്കി നോക്കൂ. 1 മുതൽ 4 വരെ, ഇവിടെ മുതൽ ഇവിടെ വരെ എന്താണ്? ഡീറ്റെയിൽസ് ഓഫ് ഡെഫിനിഷനും പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സിനും, ഫംഗ്ഷൻ ഡെഫിനിഷനും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും. ലൈൻ നമ്പർ 5 ഫംഗ്ഷൻ കോൾ. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ലൈൻ നമ്പർ 1 നോ പാരാമീറ്റർ പാസസ്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പാരാമീറ്റർ ഒന്നും പാസ് ചെയ്യുന്നില്ല. കാരണം ഇതിനകത്ത് പാരന്തസിസിനകത്ത് നമ്മൾ ഒരു വേരിയബിളും കൊടുത്തിട്ടില്ല. ലൈൻ 2 to 4 execute 3 print statements. Line 2 to 4 2 to 4 മുതൽ ഇവിടെ വരെ എന്തായിരിക്കും? 3 പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുക. 2 to 4 execute 3 print statements. Next, a return statement in a function.
ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ഫംഗ്ഷനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇൻ പൈത്തൺ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, ദ വേർഡ് റിട്ടേൺ ഫോളോഡ് ബൈ ആൻ എക്സ്പ്രഷൻ ഈസ് യൂസ് ടു റിട്ടേൺ എ വാല്യൂ ഫ്രം എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനകത്തുനിന്ന് വാല്യൂ, നമ്മളിപ്പം ഇതുവരെ പഠിച്ചത് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ സാധനമാണ്. ആർഗ്യുമെൻറ്റ്സ് എന്താ ചെയ്യുന്നത്, ഫംഗ്ഷനകത്തേക്ക് വാല്യൂ സെൻഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷനകത്ത് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് റിട്ടേൺ വാല്യൂസ് എന്ന് കൊടുക്കാൻ പറ്റും. യൂസ് ടു റിട്ടേൺ എ വാല്യൂ ഫ്രം എ ഫംഗ്ഷൻസ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തൗട്ട് എക്സ്പ്രഷൻ ആർഗ്യുമെൻറ്റ്സ് റിട്ടേൺസിനാണ്. അപ്പം നോർമലി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു വാല്യൂ എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ ചെയ്യുന്നില്ല. സി ദി സിൻടാക്സ്. ഡെഫിനിഷൻ, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ഓർ ആർഗ്യുമെൻറ്റ്സ് 1 2 3 എന്ന സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ എക്സ്പ്രഷൻ, ഫംഗ്ഷൻ നെയിം, argument 1, argument 2. ഇത് ഫംഗ്ഷൻ കോളിംഗ്. Example, the following functions returns a square of sum of two numbers. Definition, n square x comma y and colon. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, റിട്ടേൺ x into x, that is x square, plus x into y, 2 into x plus y, plus y square. അപ്പം എന്താ ശരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പം ഇതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ ഡെഫിനിഷനാണ് 1 ഉം 2. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് ദി സ്ക്വയർ ഓഫ് സം ഓഫ് ടു നമ്പേഴ്സ് n സ്ക്വയർ 2 3 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഈ 2 3 കോൾ ചെയ്തിട്ട് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക, ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക, 2 to 3. ഔട്ട്പുട്ട് എന്തായിരിക്കും, ദി സ്ക്വയർ ഓഫ് സം ഓഫ് 2 and 3 ഈസ് 25. ദി സ്ക്വയർ ഓഫ് നമ്പർ ഓഫ് 2 and 3 ഈസ് 25. ഇങ്ങനെ വരാം. അതായത് ഇത് രണ്ടും എന്തായിരിക്കും, ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, ആ ഫംഗ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എന്താ ചെയ്യുന്നത്, എക്സ് സ്ക്വയർ കാണുക പ്ലസ് 2xy കാണുക പ്ലസ് വൈ സ്ക്വയർ കാണുക, അതെങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യുക, ഏത് ഫംഗ്ഷനാണോ കോൾ ചെയ്യുന്നത് അവിടത്തേക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഡെഫിനിഷൻ അതാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കി, ഇവിടെയാണ് ആക്ച്വലി ഫംഗ്ഷൻ കോളിംഗ് പെർഫോം ചെയ്യുന്നത്. പ്രിൻ്റ് ഓഫ് ദി സ്ക്വയർ ഓഫ് 2 and 3 ഈസ് എന്നിട്ട് n സ്ക്വയർ എന്താ ഫംഗ്ഷൻ്റെ പേരാണ്, അതിവിടെ കോൾ ചെയ്യുന്നു. 2 ഉം 3 ഉം എക്സും വൈക്കും പകരം നമ്മൾ എന്ത് കൊടുത്തു, 2 and 3 കൊടുക്കുന്നു. അപ്പോൾ എക്സ് ഈസ് അസൈൻ ടു 2 and y ഈസ് അസൈൻ ടു 3. നേരെ അങ്ങോട്ടേക്ക് പോകുന്നു, ഈ ഫംഗ്ഷനകത്തേക്ക് പോകും. അപ്പോൾ എക്സ് സ്ക്വയർ കാണും ഇവിടെ, 2ൻ്റെ സ്ക്വയർ എത്രയാണ് 4. അപ്പോൾ 2 into xy എന്ന് പറഞ്ഞാൽ 6 into 12. അപ്പോൾ 4 plus 12 എത്രയായി, 69 പ്ലസ് വൈ സ്ക്വയർ 9 ആയി. 16 plus 9 തന്നെ 25. അപ്പോൾ ഔട്ട്പുട്ട് വിൽ ബി എന്തായിരിക്കും, 25. ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക, ദി സ്ക്വയർ ഓഫ് സം ഓഫ് 2 and 3 ഈസ് കോളൻ എന്ന് പറഞ്ഞിട്ട് വരും, എന്നിട്ട് എന്ത് വരും, 25 എന്ന് വരും. ദി സ്ക്വയർ ഓഫ് സം ഓഫ് 2 and 3 ഈസ് 25 ഇങ്ങനെ വരും. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ലൈൻ 1 and 2 ഡീറ്റെയിൽസ് എന്താ, ഡെഫിനേഷൻ ഓഫ് ഫംഗ്ഷൻ നേരത്തെ പറയാനല്ലേ, 1 and 2 എന്തായിരിക്കും, ഡെഫിനേഷൻ ആയിരിക്കും. ആൻഡ് 3 ആണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്യുന്നത്. പാസസ് പാരാമീറ്റർ x is equal to 2, y is equal to 3 ഇതാണ് ആക്ച്വലി പാസ് ചെയ്യുന്നത്. ലൈൻ നമ്പർ 2 എന്താ ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ആൻഡ് റിട്ടേൺ ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ ഓർ സ്ക്വയർ. അതാണ് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം. ഇതെന്ത് ചെയ്യും, ഈ വാല്യൂ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നുണ്ട്. ലൈൻ നമ്പർ 2. ഓക്കെ, default argument values in a function parameters. In functions parameters list we can specify a default values for one or more arguments. നമുക്കൊരു ഡിഫോൾട്ട് വാല്യൂ ആർഗ്യുമെൻറ്റ്സ് ഒന്നിൽ കൂടുതലോ ആർഗ്യുമെൻറ്റ്സിനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഡിഫോൾട്ട് വാല്യൂ ക്യാൻ ബി റിട്ടേൺ ഇൻ ദി ഫോമാറ്റ് argument 1 equal to value. Therefore we will have the options to declare or not declare value of these arguments. എക്സാമ്പിൾസ് നോക്കാൻ പറ്റും. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആർഗ്യുമെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഡീഫോൾട്ടായിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ എന്തായിരിക്കും, വേറെ വാല്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, അത് ടേക്കപ്പ് ചെയ്യും. ഇവിടെ നോക്കിയാൽ എന്ത്, ദി ഫോളോയിങ് ഫങ്ഷൻസ് റിട്ടേൺസ് ദി സ്ക്വയർ ഓഫ് സം ഓഫ് ടു നമ്പേഴ്സ് വേർ ഡിഫോൾട്ട് വാല്യൂ ഓഫ് സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഈസ് 2. ഇവിടെ എക്സിന് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, വാല്യൂ കൊടുക്കണില്ല.
ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ ഡെഫ് എൻ സ്ക്വയർ എക്സ് കമ വൈ ഇസിക്കൽ ടു. വൈയുടെ ഡീഫോൾട്ട് വാല്യൂ എന്താണ്? 2 ആണ്. റിട്ടേൺ എന്താ റിട്ടേൺ ചെയ്യുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 5 സ്ക്വയർ അല്ല, എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ആണ് ആക്ച്വലി ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, പ്രിൻ്റ് ഓഫ് സ്ക്വയർ ഓഫ് 2n2 ഈസ് n സ്ക്വയർ 2 എന്ന് മാത്രം കൊടുത്താൽ മതി. കാരണം എക്സിനുള്ള വാല്യൂ മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഡിഫോൾട്ട് വാല്യൂ, വൈയുടെ ഡിഫോൾട്ട് വാല്യൂ എന്താ? 2 ആണ്. ഇനി ദി സ്ക്വയർ ഓഫ് സം ഓഫ് 2 and 3 is n square 2, 4. 2 and 3 അല്ല, ആക്ച്വലി 2 and 4 ആണ്. 2 and 4 is n square 2.24 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഔട്ട്പുട്ട് എങ്ങനെയാണ് പറയുക? സ്ക്വയർ ഓഫ് ദി സം ഓഫ് 2 and 2. കാരണം ഇവിടെ ഒന്നിന് കൊടുത്താലും കുഴപ്പമില്ല, രണ്ടാമത്തെ വാല്യൂവിന് കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. നോർമൽ കേസിൽ വൈയുടെ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇഫ് യു ആർ ഗിവിങ് എ ന്യൂ വാല്യൂ ടു എ default value or default variable, it will take the new value. അപ്പം എക്സ് കമ വൈ ഇസിക്കൽ ടു 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് ഇവിടെ എന്തായാലും വാല്യൂ കൊടുത്തിരിക്കണം ആർഗ്യുമെൻറ്റ്. പക്ഷേ വൈക്ക് ഡിഫോൾട്ട് വാല്യൂ ആണ് 2 ആയിട്ട് കൺസിഡർ ചെയ്യും. വാല്യൂ പുതിയ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ടേക്കപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ 2 ആയിട്ട് എടുത്തോളാം വൈ. ഓക്കെ, എക്സ്പ്ലനേഷൻ. 1 and 2 എന്താണ്? ഫങ്ഷൻ ഡെഫിനിഷനാണ് അല്ലേ. ഇവിടെ 1ഉം 2 എന്താണ്? 1ഉം 2ഉം ഫങ്ഷൻ ഡെഫിനിഷനാണ്. Line 3 call a function without argument within a print statement. അപ്പം 3 എന്താണ്? ആർഗ്യുമെൻറ്റ്സ്, ഒരു ആർഗ്യുമെൻറ്റ്സ് മാത്രം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് അല്ലേ. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? കോൾ ഫംഗ്ഷൻ വിത്തൗട്ട് സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഇല്ലാതെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വിത്ത് എ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് എന്താ? 1 പാസസ് പാരാമീറ്റേഴ്സ് എക്സ് ഇസിക്കൽ ടു ഡിഫോൾട്ട് വാല്യൂ. ഒന്ന് എക്സിൻ്റെ വാല്യൂ 2 ആയിട്ടും കൊടുത്തിരിക്കുന്നുണ്ട്, വൈയുടെ വാല്യൂ എന്താണ്? ഡിഫോൾട്ട് വാല്യൂ. അതും എന്താണ്? ഡിഫോൾട്ട് വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ആണ് അല്ലേ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഡിഫോൾട്ട് വാല്യൂ എന്താണ്? വൈ ഇസിക്കൽ ടു 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിഫോൾട്ട് വാല്യൂ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. y is equal to 2. സെക്കൻഡ് ലൈൻ കാൽക്കുലേറ്റ് ആൻഡ് റിട്ടേൺ ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ. അതെന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് ലൈനകത്ത് എന്താ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട് അല്ലേ. റിട്ടേൺ എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇനി ഫോർ സെക്കൻഡ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ലൈൻ നമ്പർ 4, കോൾ ദി ഫങ്ഷൻസ് വിത്ത് ഓൾ ആർഗ്യുമെൻറ്റ്സ്. രണ്ട് ആർഗ്യുമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ വാല്യൂ 2, മറ്റേതിൻ്റെ എക്സിൻ്റെ വാല്യൂ 2, മറ്റേതിൻ്റെ വാല്യൂ എന്താണ്? 4 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാസ് ദി പാരാമീറ്റർ എക്സ് ഇസിക്കൽ ടു 2 എന്നും വൈ ഇസിക്കൽ ടു 4 എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാൽക്കുലേറ്റ് ആൻഡ് റിട്ടേൺ ദി വാല്യൂസ് ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ. പഴയ പോലെ തന്നെ. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഒന്ന് എക്സിൻ്റെ വാല്യൂ 2 കൊടുത്തിട്ടുണ്ട്, വൈയുടെ വാല്യൂ ഡിഫോൾട്ട് വാല്യൂ ആയിട്ടുള്ള 2 ആയിരിക്കും. വൈയുടെ വാല്യൂ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് വാല്യൂ ആയിട്ടുള്ള 2 ആയിട്ട് എടുക്കും. ഇനി സെക്കൻഡ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എക്സിൻ്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 4 ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, കീവേഡ് ആർഗ്യുമെൻറ്റ്സ്. We have already learned that how to use default arguments values. Functions can also be called using keyword arguments. Arguments which are preceded with a variable name followed by a equal to sign. Example, variable name equal to are called keyword arguments. All the keyword arguments passed must match one of the arguments accepted by the functions. You may change the order of appearance of the keyword. നമുക്ക് ഈ
എക്സാമ്പിൾ നോക്കാം. ഡെഫിനിഷൻ മാർക്സ് ഇംഗ്ലീഷ് മാത്ത് ഈക്വൽ ടു 85. അപ്പം ഇവിടെ മാത്ത് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സിനകത്ത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഡിഫോൾട്ട് വാല്യൂ 85 എന്ന് കൊടുത്തിട്ടുണ്ട്. സയൻസിൻ്റെ ഡിഫോൾട്ട് വാല്യൂ നമ്മൾ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? 88 കൊടുത്തിട്ടുണ്ട്. പ്രിൻറ്റ് മാർക്സ് ഇൻ ഇംഗ്ലീഷിൻ്റെ വേരിയബിളിൻ്റെ മാർക്ക് എത്രയാണോ അത്, മാത്സിൻ്റെ മാർക്ക് എത്രയാണോ അത്, സയൻസിൻ്റെ മാർക്ക് എത്രയാണോ അത്. അപ്പം മാർക്സ് 71 77 എന്ന് പറയുകയാണെങ്കിലോ ഒന്ന് ഇംഗ്ലീഷ് ആയിട്ട് എടുക്കും, മറ്റേത് വേറൊരു വാല്യൂ ആയിട്ട് എടുക്കും. മാർക്സ് 65 സയൻസ് ഫിസിക്കൽ ടു 74 എന്ന് പറയുകയാണെങ്കിലോ മാർക്സ് 65 എന്തായിട്ട് എടുക്കും? ഇംഗ്ലീഷിനായിട്ട് എടുക്കും, സയൻസിൻ്റെത് 74 ആയിട്ട് എടുക്കും. മാർക്സ് സയൻസ് ഫിസിക്കൽ ടു 70 മാത്ത് ഫിസിക്കൽ ടു 90 ഇംഗ്ലീഷ് 75 എടുക്കുകയാണെങ്കിൽ എല്ലാം എന്തായിട്ട് എടുക്കും? പുതിയ വാല്യൂ ആയിട്ട് എടുക്കും. ഇതാണ് ആക്ച്വലി ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. മാർക്സ് ഇൻ ഇംഗ്ലീഷ് ഫിസിക്കൽ ടു 71 77 സയൻസ് 80 ഇങ്ങനെ വരും. 65 85 സയൻസ് ഫിസിക്കൽ ടു ഇതിൽ നിന്ന് വേണ്ടി വരും. ഇവിടെ നോക്കിയാൽ ഫസ്റ്റിലത്തെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? മാർക്സ് ഇൻ ഇംഗ്ലീഷ് ഈസ് ഈക്വൽ ടു മാർക്സ് 71 77 എന്നാണ്. അപ്പോൾ 71 ഇംഗ്ലീഷായിട്ടും 77 മാത്സുമായിട്ടും എന്ത് ചെയ്യണം? എടുക്കണം. 71 ഇംഗ്ലീഷായിട്ടും മാത്സ് 77 ആയിട്ട് എടുക്കും, സയൻസിന് 88 എടുക്കും. മാർക്സ് ഈസ് ഈക്വൽ ടു 65 സയൻസ് ഈസ് ഈക്വൽ ടു 75 നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 75 എന്തായിരിക്കും? ഇതായിരിക്കും. മാത്സ് എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഡിഫോൾട്ട് വേരിയബിൾ വാല്യൂ ആയിട്ട് എടുക്കും. മറ്റത് മൂന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ ആയിരിക്കും എന്തായിട്ട് എടുക്കുക? ഇതിനകത്ത് പ്രിൻ്റ് ചെയ്യാൻ എടുക്കുക. അത് ഡിഫോൾട്ട് വാല്യൂ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലൈൻ നമ്പർ 1 ദ ഫംഗ്ഷൻ നെയിം മാർക്ക് ആസ് 3 parameter. There is no default value in the first parameter English, but remaining parameter have default values. Math is equal to 85, science is equal to 80. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പാരാമീറ്ററിന് മാത്രമേ എന്തുള്ളൂ? ഡിഫോൾട്ട് വാല്യൂ ഇല്ലാണ്ടുള്ളൂ. ബാക്കി രണ്ടിനും എന്തുണ്ട്? ഡിഫോൾട്ട് വാല്യൂ ഉണ്ട്. ടോട്ടലി നമുക്ക് വി ഹാവ് 3 parameters in a function. Line number 3 parameter English gets value of 71. അപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ 71 എന്ന് കൊടുത്തിട്ടുണ്ട്. മാത്സ് get the value 77 and science get the value of 80. അപ്പം മാത്സിന് നമ്മൾ എന്തായിരിക്കും? ഡിഫോൾട്ട് വാല്യൂ ആയിട്ടുള്ള 77 കൊടുത്തിട്ടുണ്ട്. ഡിഫോൾട്ട് വാല്യൂ അല്ല, വാല്യൂ 77 ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും 20. മാത്സ് മാർക്ക് 71 77 അല്ല, അപ്പോൾ 77 ആയിരിക്കും എന്ത്? ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡിഫോൾട്ട് വാല്യൂ ഇതിന് മാത്രമേ വരുന്നുള്ളൂ, സയൻസിന് മാത്രമേ വരുന്നുള്ളൂ. നെക്സ്റ്റ് അകത്ത് 65 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ മാർക്ക് അതേപോലെ തന്നെ ഫസ്റ്റിൽ കൊടുത്ത പാരാമീറ്റർ വരുന്നുണ്ട്. സെക്കൻഡ് വാല്യൂ 85 എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുന്നുണ്ട് മാത്സിന്. പക്ഷേ സയൻസിന് എന്ത് കൊടുക്കുന്നുണ്ട്? 74 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡിഫോൾട്ട് വാല്യൂ ആക്ച്വലി ഇത്രയാണ് 80 ആണ്. പക്ഷേ ഇവിടെ 74 വരും, കാരണം നമ്മളത് എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈൻ നമ്പർ 5 here we use 3 keywords arguments and parameter. English gets 75, maths gets 90, science gets 70. അപ്പോൾ ഇത് എല്ലാ വാല്യൂവും എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ എന്തിനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്? ആർഗ്യുമെൻറ്റ്സിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഒന്നിനും എന്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല? ഡിഫോൾട്ട് വാല്യൂ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. Arbitrary arguments list. The arbitrary argument list is another way to pass arguments to a function. In the function's body, these arguments will be wrapped in a tuple and it can be defined with arguments construct. Before this variable, you can define the number of arguments or no arguments. What are the definition? S is equal sum എന്നാണ്. ഡെഫ് തന്നെ കീവേഡ്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനുള്ള കീവേഡ്. ദെൻ സം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ നെയിം. ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ആർഗ്യുമെൻറ്റ്സിനകത്ത് എന്ത് കൊടുക്കുന്നു? സ്റ്റാർ നമ്പർ എന്ന് കൊടുത്തിരിക്കുന്നു. ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നത് കോളം വെച്ചിട്ട്. എസ് ഇസ് ഈക്വൽ ടു 0 ഫോർ n is in numbers, s plus equal to n എന്ന് കൊടുത്തിരിക്കുന്നു. റിട്ടേൺ s. ഇവിടെ നമ്മൾക്ക് n എന്ന് പറഞ്ഞ സാധനം ട്യൂപ്പിളായിട്ട് എടുക്കാം നമുക്ക്. പ്രിൻറ്റ് സം
1 2 3 4 എന്ന് കൊടുത്തു കഴിഞ്ഞാലോ ഇനീഷ്യലി എസിൻ്റെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. n ഇൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ s is equal to ഫസ്റ്റ് എന്തായിരിക്കും ഇതിനകത്ത് എത്ര നമ്പർ ഉണ്ടോ അത്രയും ടൈംസ് n ഇൻ നമ്പേഴ്സ് എത്ര നമ്പർ ഉണ്ടോ അത്. ഇവിടെ എത്ര നമ്പർ ഉണ്ട് 1 2 3 4 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ n നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നൊരു ലൂപ്പായിരിക്കും. അപ്പോൾ s is equal to s plus n. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 0 plus 1 ആയിരിക്കും, പിന്നെ 2 plus 1 ആയിരിക്കും, 3 plus 3 ആയിരിക്കും, 6 plus 4 ആയിരിക്കും. സോ 10 എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യും പ്രിൻ്റ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡിഫൈൻ ചെയ്തത്. നമ്മൾ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് നമ്മളിങ്ങനെ കോമയിട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആർഗ്യുമെൻറ്റ് ട്യൂപ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ആർഗ്യുമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ഇതേപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തോ, ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാം. ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറയാം. Lambda forms. In Python, small anonymous or unnamed functions can be created with lambda keywords. Lambda functions എന്ന് പറയാം. Lambda forms can be used as an argument to another functions where function objects are required, but syntactically they are restricted to a single expression. A function example നോക്കിയാൽ define average x comma y, return x plus y by 2, print average 4 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 4 ആയിട്ട് എടുക്കും, വൈയുടെ വാല്യൂ 3 ആയിട്ട് എടുക്കും, എന്ത് പ്രിൻ്റ് ചെയ്യും എക്സ് പ്ലസ് വൈ ബൈ 2 പ്രിൻ്റ് ചെയ്യും. അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അത് പ്രിൻ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ലാംഡ ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്, പ്രിൻറ്റ് ലാംഡ. അപ്പോൾ എന്തായിട്ടെടുത്ത് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ നെയിം ഒന്നും കൊടുക്കുന്നില്ല, ഫംഗ്ഷൻ നെയിം എന്തായിട്ട് സ്പെസിഫൈ ചെയ്യുന്നു, ലാംഡയായിട്ട് സ്പെസിഫൈ ചെയ്യുന്നു, എക്സ് കൊമ വൈ കോളൻ. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇവിടെ കഴിഞ്ഞു. എന്നിട്ട് എന്തായിരിക്കും എക്സ് പ്ലസ് വൈ ബൈ 2 എന്നിങ്ങനെ കൊടുത്തു. എന്നിട്ട് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. എക്സ് ഇസിക്കൽ ടു 4, വൈ ഇസിക്കൽ ടു 3, പാരന്തസിസ് ക്ലോസ് ചെയ്തു. അപ്പോൾ പ്രിൻറ്റിങ്ങും ഫംഗ്ഷൻ ഡിക്ലറേഷനും ഫംഗ്ഷൻ പാരാമീറ്റർ പാസിങ്ങും ഫംഗ്ഷൻ ഡെഫിനിഷനും ഫംഗ്ഷൻ കോളിങ്ങും ഒക്കെ എന്തായിരിക്കും ഒരു സിംഗിൾ ലൈനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ടഫാണ് മനസ്സിലാക്കാൻ. ഇപ്പോൾ ലാംഡ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്മോൾ അനോണിമസ്, അതായത് അൺനെയിംഡ് ഫങ്ഷൻസ് ക്യാൻ ബി ക്രിയേറ്റഡ് വിത്ത് ലാംഡ കീവേഡ്സ്. ലാംഡ എന്ന് പറഞ്ഞാൽ ഒരു കീവേഡാണ്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അൺനെയിംഡ് ആയിട്ടുള്ള ഫോംസ് നമുക്ക് അല്ലെങ്കിൽ ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആർഗ്യുമെൻറ്റ്സ് അതർ ഫങ്ഷൻസ് വേർ ഫങ്ഷൻ ഒബ്ജക്ട്സ് റിക്വയർഡ് ബൈ സിൻറ്റാറ്റിക്കലി ദേ ആർ റെസ്ട്രിക്റ്റഡ് ടു എ സിംഗിൾ എക്സ്പ്രഷൻ. ഒരു സിംഗിൾ എക്സ്പ്രഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം എഴുതാൻ പറ്റും. So these are the user defined functions. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ